ഏതൊരു വീടിൻ്റെയും ഓരോ ദിക്കുകളിലും രണ്ട് നക്ഷത്രങ്ങൾ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി ഉണ്ട് ഓരോ ദിക്കിലും. ആ എനർജിയാണ് അതാത് സ്ഥലത്ത് അതിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ പ്രധാന വാതിൽ ഏത് വീട്ടിലും ആയിക്കോട്ടെ, അവിടെ എനർജി ഉണ്ട്. അത് ഫ്ലാറ്റിലായാൽ പോലും ഉണ്ട്. ആ എനർജി നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കും. അതേപോലെ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിലൊരു എനർജി ഉണ്ട്. ആ ബെഡ്റൂമിൽ കിടക്കുന്നവരെ അത് ബാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിൽ ഒരു എനർജി ഉണ്ട്, തൊട്ടടുത്ത ബെഡ്റൂമിൽ മറ്റൊരു എനർജി ആയിരിക്കും. അപ്പോൾ ഓരോ റൂമിലുമുള്ള എനർജി ഏതാണോ ആ എനർജി ആ റൂമിൽ കിടക്കുന്നവരെ ബാധിക്കും. എൻട്രൻസിലെ എനർജി ആണെങ്കിലോ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കും. ഇതാണ് അതിൻ്റെ ഇത്. അപ്പോൾ എന്താണ് നമ്മുടെ എൻട്രൻസിലെ എനർജി, എന്താണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ എനർജി എന്ന് നല്ലൊരു ഫെങ്ഷി കൺസൾട്ടന്റിനെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബെഡ്റൂം സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ വീട് വയ്ക്കുമ്പോൾ ഈ നിയമപ്രകാരം നിങ്ങൾക്ക് വാതിൽ വയ്ക്കാം, മെയിൻ ഡോറ് വയ്ക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടാകും. നമുക്കൊരു വീടിൻ്റെ പ്ലാൻ നോക്കിക്കൊണ്ട് ഉള്ള ഒരു കാര്യം നോക്കാം. ഇത് ഒരു പടിഞ്ഞാറ് ദർശനമുള്ള ഒരു വീടിൻ്റെ ഒരു കണക്കാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ ഇവിടെയാണ് ഇവർ പ്രധാന ഡോറ് കൊടുക്കുന്നു എങ്കിൽ ഈ വീട്ടുകാർക്ക് ടോട്ടൽ ലോസ് ആണ്, നഷ്ടങ്ങൾ മാത്രമേ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവൂ. അത് 5 വർഷമായാലും 10 വർഷമായാലും എല്ലാം നഷ്ടങ്ങൾ മാത്രമായിരിക്കും. അതേസമയം ഇവിടെയാണ് ഇവരുടെ വീടിൻ്റെ പ്രധാന വാതിൽ എന്നുണ്ടെങ്കിൽ ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെ വലിയ ഉന്നമനം ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ ഇവർക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. പടിഞ്ഞാറ് ദർശനമുള്ള ഒരു വീട്, ഒരു പുതിയ വീട് വയ്ക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ 3 ദിക്കുകളിലായിട്ട് തെക്ക് പടിഞ്ഞാറ് ഡോറ് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ വീടിൻ്റെയും കാര്യമല്ല, ഓരോ വീടിൻ്റെയും എനർജി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ മൊത്തത്തിലൊരു തീരുമാനം എടുത്തുകൊണ്ടുപോയി വാതിലുകൾ വെച്ചരുത്. ഇത് ഓരോ വീടിൻ്റെയും ഡിഗ്രി ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റാർ മാറും. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഇപ്പോൾ പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീടിൻ്റെ കണക്കെടുക്കുമ്പോൾ അവിടെ എൻട്രൻസിൽ 4-5 ആണ് നിൽക്കുന്നതെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വാതിൽ നിൽക്കുന്നതെങ്കിൽ ടോട്ടൽ ലോസിലേക്ക് പോകും. 99 ആണ് നിൽക്കുന്നതെങ്കിൽ അത് നിങ്ങൾ സമ്പത്തിലേക്ക് പോകും. 81 ആണെങ്കിൽ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിയിലേക്കും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിലേക്കും പോകും. അങ്ങനെയാണ് നമ്മൾ എൻട്രൻസ് കണക്കാക്കുന്നത്. ഇനി ബെഡ്റൂം, ഇവിടെ ദിക്കുകൾക്കൊന്നും പ്രാധാന്യമില്ല. ഫെങ്ഷുയുടെ ബേസിക് ആയിട്ടുള്ള തിയറിയാണ് ഇത് പറയുന്നത്. നിങ്ങൾ ബെഡ്റൂം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇത് 3 സ്ഥലത്തെ ഡോറിന്റെ കാര്യം പറഞ്ഞു. ഇനി ബെഡ്റൂം നിങ്ങൾ എടുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ പ്രധാന ഡോറ് വന്നു. ഇവിടെ നിങ്ങളൊരു ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം നിങ്ങൾ എടുത്തു, ദോഷമൊന്നുമില്ല. ഇവിടെ ഒരു ബെഡ്റൂം നിങ്ങൾ എടുത്തു, നിങ്ങൾ കടുത്ത ആരോഗ്യ പ്രശ്നത്തിലായിരിക്കും. ഇവിടെ നിങ്ങളൊരു ബെഡ്റൂം എടുത്തു, നിങ്ങൾ ഫുൾ ടെൻഷനിലായിരിക്കും. ഇവിടെ നിങ്ങളൊരു ബെഡ്റൂം എടുത്തു, നിങ്ങൾ കടുത്ത നഷ്ടങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങളൊരു ബെഡ്റൂം എടുത്തു, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധി ഉണ്ടാവും. ഇവിടെ നിങ്ങളൊരു ബെഡ്റൂം എടുത്തു, എപ്പോഴും വഴക്കായിരിക്കും, പരസ്പര കലഹങ്ങളായിരിക്കും. അപ്പോൾ ഇത് ഒരു വീട്ടിൽ ചെന്നിട്ട് അവർ പറയേണ്ട അവിടുത്തെ പ്രശ്നം എന്താണെന്നുള്ളത്, അവർ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്താണെന്നും അവിടെ എൻട്രൻസിൽ വരുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്താണെന്നും വെച്ചുകൊണ്ട് നമുക്ക് അവരെടുത്ത് അങ്ങോട്ട് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് അവർ പറയാതെ അവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറയാൻ പറ്റുന്നെന്നുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു ശാസ്ത്രം അത്രത്തോളം കൃത്യമായതുകൊണ്ടാണ്. അപ്പോൾ ഫെങ്ഷു പ്രകാരം നമുക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കാം ഓരോ സ്ഥലത്തും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന്. അതനുസരിച്ച് നമുക്ക് വീട് പണിയാം. അത് പണിഞ്ഞുപോയ വീട്, താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണെങ്കിൽ അവരെന്ത് എനർജിയാണ് ഫേസ് ചെയ്യുന്നതെന്നുള്ള പറയാം. എല്ലാ വീട്ടിലും ദോഷമാണോ? അല്ല, സൗഭാഗ്യങ്ങളും ഉണ്ട്. ഇപ്പൊ ചില വീടിന്റെ കണക്കെടുത്തിട്ട് പറയാം നിങ്ങളുടെ വീട്ടിലേക്ക് ശരിക്കും പൈസ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. അല്ലെങ്കിൽ പറയാം 2024 ഫെബ്രുവരി വരെ ശരിക്കും പൈസ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ്. പക്ഷെ ഈ ഒരു ടൈം ആയപ്പോൾ ആ വരവ് ക്രമേണ കുറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രോസ്പെരിറ്റി ഇല്ല. മറ്റൊരു എനർജി എടുത്തിട്ട് പറയാം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ആരെങ്കിലും പൈസ വാങ്ങിച്ചുകൊണ്ട് പോയാൽ തിരിച്ചു തരത്തില്ല. ഏത് വിധേനയും നാട്ടുകാർ നിങ്ങളെ പറ്റിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ എന്നും വഴക്കാണ്. അങ്ങനെയുള്ള വീടിന്റെ എനർജി എന്താണോ, വീടിന്റെ സ്വഭാവം എന്താണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ ഫെങ്ഷു എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രത്തിലൂടെ നമുക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോവാം. ഇപ്പം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നത്തിന് ഒരു പരിഹാരവുമുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെങ്ഷു ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു വാസ്തുവിലൊരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് അതിന് പരിഹാരങ്ങൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പൊളിച്ചു മാറ്റലുകളില്ല. ഇപ്പൊ ഈ പറയപ്പെടുന്ന ഈ ഒരു സ്റ്റാർ, ഈ ഒരു 9 വന്നു, 9 കൂടുതൽ ഗുണകരമായിട്ട് നമുക്ക് സമ്പത്ത് എങ്ങനെ കൊണ്ടുതരാന്നുള്ളതിന്റെ മാർഗം ഇതിനകത്തുണ്ട്.
നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രൻസ് വന്നു, ഇനി വേറെ മാർഗങ്ങളൊന്നുമില്ല, അത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ, പൊളിക്കാൻ പറ്റുന്നില്ല, ഓക്കെ, അങ്ങനെ തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനും പരിഹാരം ഫെങ്ഷുയിലുണ്ട്. അപ്പോൾ നമുക്ക് ചില ടൂൾസ് നോക്കാം. ഇത് അമിത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിരമിഡിന്റെ ക്രിസ്റ്റൽസ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു എർത്ത് എനർജിയാണ്. നമ്മുടെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത് വെക്കാവുന്നതാണ്. ഇത് ടൈഗർ ഐ എന്ന് പറയുന്ന ഒരു മാലയാണ്. ഇതെപ്പോഴും നമ്മൾ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ തന്നെ ബ്രേസ്ലെറ്റ് നമുക്കുണ്ട്. അടുത്തത് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്. ഇത് എഡ്യൂക്കേഷൻ ടവർ ആണ്. ഇത് സ്റ്റഡി ടേബിളിന്റെ മുകളിലോ അല്ലെങ്കിൽ വീടിന്റെ സ്വീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ വെക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാകുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.